അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലൂക്കാസ്. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 30 വെള്ളിയാഴ്ച. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ ആര്യാടൻ ഷൌക്കത്തിനോട് ഏറ്റുമുട്ടാൻ LDF കളത്തിലിറക്കിയത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിനെ. BJPക്ക് ഇനിയും സ്ഥാനാർത്ഥിയായില്ല. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. രാഷ്ട്രീയ പോരാട്ടത്തിന് സ്വരാജ് മികച്ച സ്ഥാനാർത്ഥിയാണെന്നും സ്വരാജ് നിലമ്പൂരിൽ സമ്മതനാണെന്നും പാർട്ടിയാണ് സ്ഥാനാർത്ഥിയാരെന്ന് തീരുമാനിക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിലെ LDF സർക്കാരിനോട് ജനങ്ങൾക്ക് വലിയ മമതയും പ്രതിബദ്ധതയുമുണ്ടെന്നും ഇത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നും LDF സ്ഥാനാർത്ഥി M സ്വരാജ്. LDF സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ മാറുമെന്നും M സ്വരാജ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. LDF സർക്കാരിന്റെ തുടർ ഭരണത്തിന് തുടക്കമിടുന്ന തെരഞ്ഞെടുപ്പായി നിലമ്പൂർ മാറുമെന്നും LDFന്റെ പോരാട്ടം വ്യക്തികൾക്കെതിരല്ലെന്നും എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്കുമെതിരെയാണെന്നും അദ്ദേഹം പറഞ്ഞു. UDFലുള്ള നേതാക്കൾ വരെ താൻ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും അവരുടെ കൂടെ അഭ്യർത്ഥന മാനിച്ചാണ് മത്സരമെന്നും അവരുടെ കൂടെ പിന്തുണ പ്രതീക്ഷിക്കുന്നുവെന്നും M സ്വരാജ് കൂട്ടിച്ചേർത്തു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM ധൈര്യമുണ്ടെങ്കിൽ M സ്വരാജിനെ മത്സരിപ്പിക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സാമൂഹ്യമാധ്യമത്തിൽ പോസ്റ്റിട്ടിരുന്നു. പ്രചാരണ രംഗത്ത് UDF ഒരുപാട് മുന്നിലാണെന്നും എതിർ സ്ഥാനാർത്ഥി കൂടി വരുമ്പോഴാണ് തെരഞ്ഞെടുപ്പിൽ ആവേശവും ചൂടും വരുന്നതെന്നും ആര്യാടൻ ഷൌക്കത്ത്. പ്രതിരോധ നിരയിൽ ആളുണ്ടെങ്കിലേ ഫോർവേഡിനെ ഗോളടിക്കാൻ ആവേശം വരുമെന്നും LDF സർക്കാരിന്റെ ദുർഭരണവും നിലമ്പൂരിനോടുള്ള അവഗണനയും വോട്ടാകുമെന്നും പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഷൌക്കത്ത് പറഞ്ഞു. PV അൻവറിന്റെ സഹകരണം UDFന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ചർച്ചയ്ക്ക് ശേഷം വെളുത്ത പുകയാണോ കറുത്ത പുകയാണോ എന്ന് ഉടനെ അറിയാമെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. രാഷ്ട്രീയ ഭിക്ഷാടകനെ പോലെ ആരും വരേണ്ടതില്ലെന്നും UDFന് ചില തത്വസംഹിതകൾ ഉണ്ടെന്നും സഹകരിക്കാൻ കഴിയുന്ന എല്ലാവരുമായി സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വിവിധ നദികളിൽ ജലനിരപ്പ് ഉയരുന്നു. പത്തനംതിട്ട ജില്ലയിലെ മണിമല, അച്ചൻകോവിൽ, പമ്പ, കാസർഗോഡ് ജില്ലയിലെ മൊഗ്രാൽ, നീലേശ്വരം, ഉപ്പള നദിക്കരകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കണ്ണൂർ ജില്ലയിലെ പെരുമ്പ, കുപ്പം, കാസർഗോഡ് ജില്ലയിലെ കാര്യങ്കോട്, കൊല്ലം ജില്ലയിൽ പള്ളിക്കൽ, കോട്ടയം ജില്ലയിലെ മീനച്ചിൽ, കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ പമ്പ, അച്ചൻകോവിൽ, തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം, വയനാട് ജില്ലയിലെ കബനി നദിക്കരകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 3 മരണം കൂടി. ആലപ്പുഴ പുന്നപ്രയിൽ മീൻ പിടിക്കാൻ പോയ ആൾ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു. എറണാകുളം തിരുമാറാടിയിൽ മരം വീണ് സ്ത്രീ മരിച്ചു. വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. മലപ്പുറം കാളികാവിലും എറണാകുളം ചെറിയായിലും ഒഴുക്കിൽപ്പെട്ട് 2 പേരെ കാണാതായി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ കൊട്ടിയൂർ പാൽച്ചുരം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി. ഇതേ തുടർന്ന് ഈ വഴി കടന്നുപോകുന്ന യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ദേശീയപാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കാസർഗോഡ് ചട്ടഞ്ചാലിലും ചെർക്കളയ്ക്കും ഇടയിൽ മഴവെള്ളപ്പാച്ചിലുണ്ടായി. പലയിടത്തും മണ്ണിടിഞ്ഞു. ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു. മഴക്കാലത്ത് ഡെങ്കിപ്പനി, എലിപ്പനി, വയറിളക്ക രോഗങ്ങൾ തുടങ്ങിയ പകർച്ചവ്യാധികൾ നിയന്ത്രണ വിധേയമാക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഡെങ്കിപ്പനിയിൽ നിന്നുള്ള മോചനത്തിന് ഉറവിട നശീകരണം ഉറപ്പാക്കി കൊതുക് കൂത്താടി വളരുന്നതിന് വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് പൊതുജനങ്ങൾ പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്നും എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആശാദേവി അറിയിച്ചു. ദേശീയപാത നിർമ്മാണത്തിലെ ക്രമക്കേട് CBI അന്വേഷിക്കണം എന്ന നിർദ്ദേശം പരിഗണിച്ചേക്കും. ഗതാഗത മന്ത്രാലയം ഇക്കാര്യത്തിൽ പ്രാഥമിക ചർച്ച നടത്തി. കരാറുകാരും ഉദ്യോഗസ്ഥരും ഒത്തുകളിച്ചു എന്നാണ് സംശയം. CAG പരിശോധനയിലെ കണ്ടെത്തലുകൾ തിരിച്ചടിയായേക്കാം എന്നും വിലയിരുത്തലുണ്ട്.
കോൺഗ്രസ് നേതാവ് കെ മുരളീധരനെതിരെ പ്രതികരണവുമായി തൃക്കാക്കരയിലെ മുൻ സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ്. തൃക്കാക്കരയിൽ മത്സരിപ്പിച്ച് ഒരു ഡോക്ടറെ വഴിയാധാരമാക്കിയില്ലേയെന്ന കെ മുരളീധരന്റെ പരിഹാസത്തിന് ശക്തമായ ഭാഷയിലാണ് ഹൃദ്രോഗ വിദഗ്ധൻ കൂടിയായ ഡോക്ടർ ജോ ജോസഫ് മറുപടി നൽകുന്നത്. താൻ ഒരു തവണ തിരഞ്ഞെടുപ്പിൽ തോറ്റ് വഴിയാധാരമായെങ്കിൽ മുരളീധരൻ അക്ഷരാർത്ഥത്തിൽ 7 തവണയാണ് തോറ്റ് വഴിയാധാരമായതെന്നാണ് ഡോക്ടർ ഫേസ്ബുക്ക് കുറിപ്പിൽ വിശദമാക്കുന്നത്. MSC എൽസ 3 കപ്പൽ അപകടം കടൽ പരിസ്ഥിതിയിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം പഠനം തുടങ്ങി. 4 അംഗ സംഘങ്ങളായി എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ തീരങ്ങളിലാണ് പഠനം. ഈ ജില്ലകളിലെ 10 സ്റ്റേഷനുകളിൽ നിന്നെടുത്ത വെള്ളത്തിന്റെയും മണ്ണിന്റെയും സാമ്പിളുകൾ പരിശോധിച്ചു വരികയാണെന്ന് CMFRI അറിയിച്ചു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തനം നിലച്ചു. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിച്ചിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ടും തിയേറ്റർ പ്രവർത്തനം തുടങ്ങാത്തതിനാൽ രോഗികൾ ദുരിതത്തിലാണ്. അത്യാവശ്യ ശസ്ത്രക്രിയകൾ പോലും നടക്കുന്നില്ല. AC തകരാറിനെ തുടർന്നാണ് ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ടത്. അതേസമയം ആശുപത്രിയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുവെന്നാണ് അധികൃതരുടെ വിശദീകരണം. കാലടി സംസ്കൃത സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിയുടെ ഫെല്ലോഷിപ്പ് കൊടുത്ത് തീർത്തില്ലെന്ന ഹർജിയിൽ ഉത്തരവുമായി ഹൈക്കോടതി. ഫെല്ലോഷിപ്പ് കുടിശ്ശിക കൊടുത്തു തീർത്തിട്ടില്ലെങ്കിൽ വൈസ് ചാൻസലറുടെയും രജിസ്ട്രാറിന്റെയും ശമ്പളം കൊടുക്കേണ്ട എന്ന് ഹൈക്കോടതി പറഞ്ഞു. വൈസ് ചാൻസലറുടെ ശമ്പളം കൃത്യമായി ലഭിക്കുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെ ഫെല്ലോഷിപ്പ് കൃത്യമായി ലഭിക്കാത്തതിൽ ന്യായീകരണമില്ലെന്നും കോടതി പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ദിലീപ് MS-ന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ്. അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ്. നാളെ സർക്കാർ സർവീസിൽ നിന്ന് വിരമിക്കാനിരിക്കുകയാണ് ദിലീപ്. ഒരേ സമയം 3 ഇടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. കോർപ്പറേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറായ ദിലീപിന്റെ കോർപ്പറേഷനിലെ ഓഫീസിലും വയനാട്ടിൽ വാങ്ങിയ മറ്റൊരു വീട്ടിലും റിസോർട്ടിലുമാണ് ഒരേ സമയം പരിശോധന പുരോഗമിക്കുന്നത്. മലപ്പുറം കാളിക്കാവിൽ ആളെക്കൊല്ലി കടുവയ്ക്കായി വെച്ച കൂട്ടിൽ പുലി കുടുങ്ങി. കേരള എസ്റ്റേറ്റ് C1 ഡിവിഷനിൽ അടയ്ക്കാക്കുണ്ടിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചു കൊന്ന കടുവയ്ക്കായി ദൌത്യം തുടങ്ങി 15 ദിവസം കഴിയുമ്പോഴാണ് കൂട്ടിൽ പുലി കുടുങ്ങുന്നത്. സാങ്കേതിക സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിനെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. വിരമിച്ച് 2 വർഷം കഴിഞ്ഞിട്ടും ആനുകൂല്യങ്ങൾ നൽകിയില്ലെന്നാരോപിച്ചാണ് സാങ്കേതിക സർവകലാശാല VC ആയിരുന്ന സിസ തോമസ് ഹൈക്കോടതിയെ സമീപിച്ചത്. പെൻഷൻ ആനുകൂല്യങ്ങൾ ഉടൻ നൽകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. മലപ്പുറം വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ഏരിയയിൽ കണ്ടെത്തിയ നിപ്പ വൈറസ് ബാധിച്ച വ്യക്തിയുടെ 2 സാമ്പിളുകൾ നെഗറ്റീവായതോടെ സാങ്കേതികമായി രോഗി നിപ്പ അണുബാധ വിമുക്തയായതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പെരിന്തൽമണ്ണ EMS സഹകരണ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നിപ്പ രോഗി ഗുരുതര രോഗാവസ്ഥ തരണം ചെയ്തിട്ടില്ലെന്നും രോഗിയുടെ ആരോഗ്യ സൂചകങ്ങൾ തുടർച്ചയായി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. മാംഗ്ലൂരുവിൽ ഉള്ളാളിൽ കനത്ത മഴയിൽ മണ്ണിടിഞ്ഞു വീണ് തകർന്ന് 2 കുഞ്ഞുങ്ങളും അമ്മയുമടക്കം 3 പേർ മരിച്ചു. 3 വയസ്സുകാരൻ ആര്യനും 2 വയസ്സുകാരൻ ആരുഷും ഇവരുടെ മുത്തശ്ശി പ്രേമയുമാണ് മരിച്ചത്. കുഞ്ഞുങ്ങളുടെ അമ്മ അശ്വിനിയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. NDRF സംഘമടക്കമെത്തി നടത്തിയ രക്ഷാപ്രവർത്തനത്തിലാണ് ഇവരെ പുറത്തേക്കെടുത്തത്. രാജ്യം ഒരു രീതിയിലുമുള്ള ഭീകരപ്രവർത്തനങ്ങളെയും അംഗീകരിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സാധാരണക്കാരെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകിയെന്നും അതിർത്തി മേഖലയിൽ കൂടുതൽ ബങ്കറുകൾ നിർമ്മിക്കുമെന്നും അമിത്ഷാ പൂഞ്ച് സന്ദർശനത്തിന് ശേഷം വ്യക്തമാക്കി. വെള്ളവും ചോരയും ഒരുമിച്ചൊഴുകില്ലെന്നും അമിത്ഷാ പാകിസ്ഥാനെ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി.
ഓപ്പറേഷൻ സിന്ദൂർ നരേന്ദ്രമോദി രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നുവെന്ന വിമർശനവുമായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. അമേരിക്കയ്ക്ക് മുന്നിൽ മിണ്ടാതിരിക്കുന്ന മോദി ഇപ്പോൾ എല്ലായിടത്തും സിന്ദൂരം വിൽക്കുകയാണെന്നും മമതാ ബാനർജി പരിഹസിച്ചു. ശശി തരൂർ എംപിക്ക് വീണ്ടും പിന്തുണ അറിയിച്ച് ബിജെപി. ചില നേതാക്കളെ കോൺഗ്രസ് സത്യം പറയുന്നതിൽ നിന്നും വിലക്കുന്നു എന്നായിരുന്നു ബിജെപിയുടെ വിമർശനം. കോൺഗ്രസ് രാജ്യത്തിനൊപ്പം നിൽക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധിയും നേതാക്കളും ഇന്ത്യയെ അപമാനിക്കുന്നുവെന്നും ബിജെപി വക്താവ് സംബിത് പത്ര കുറ്റപ്പെടുത്തി. വിജിലൻസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയപ്പോൾ ജനലിലൂടെ 500-ന്റെ നോട്ടുകെട്ടുകൾ വാരിയെറിഞ്ഞ് സർക്കാർ ഉദ്യോഗസ്ഥൻ. ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് സംഭവം. സംസ്ഥാന റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ചീഫ് എഞ്ചിനീയറായ ബൈകുണ്ഠനാഥ് സാരംഗിയാണ് തന്റെ അപ്പാർട്ട്മെന്റിന്റെ ജനലിലൂടെ 500 രൂപയുടെ നോട്ടുകെട്ടുകൾ പുറത്തേക്ക് എറിഞ്ഞത്. വ്യാജ ജാതി സർട്ടിഫിക്കറ്റുമായി സർക്കാർ ജോലി തരപ്പെടുത്തിയ ഗുജറാത്തിലെ നിയമവകുപ്പ് അണ്ടർ സെക്രട്ടറിയായിരുന്ന ലക്ഷ്മി കട്ടാരിയയെ പുറത്താക്കി. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആളാണെന്ന് വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് നൽകിയാണ് ജോലിക്ക് കയറിയത്. 50 ലക്ഷം രൂപയുടെ കൈക്കൂലി കേസിൽ ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർ അറസ്റ്റിൽ. ഭുവനേശ്വർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടറായ ചിന്തൻ രഘുവൻഷിയെ സിബിഐ വ്യാഴാഴ്ചയാണ് അറസ്റ്റ് ചെയ്തത്. പ്രാദേശിക ബിസിനസ്സുകാരനിൽ നിന്ന് കൈക്കൂലി കൈപ്പറ്റിയതിനാണ് അറസ്റ്റ്. 2013 ബാച്ച് ഇന്ത്യൻ റവന്യൂ സർവീസ് ഓഫീസറാണ് ചിന്തൻ രഘുവൻഷി. പശുമാംസം വിറ്റെന്നാരോപിച്ച് ആൾക്കൂട്ടം കടയുടമയെ മർദ്ദിച്ചു. ഡൽഹി സർവകലാശാല നോർത്ത് ക്യാമ്പസിനടുത്ത് വിജയനഗറിലെ മാംസക്കച്ചവടക്കാരനെയാണ് ഒരു സംഘം ആളുകൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. യുഎഇയിലെ മാധ്യമങ്ങൾക്ക് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി മീഡിയ കൌൺസിൽ. വ്യാജ വാർത്തകൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ എന്നിവ തടയുന്നതിനും ഉള്ളടക്കങ്ങളുടെ നിലവാരം ഉയർത്തുന്നതിനുമാണ് പുതിയ ചട്ടങ്ങൾ കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ അറിയിച്ചു. നിയമലംഘനം നടത്തുന്നവർക്ക് 10 ലക്ഷം ദിർഹം വരെയായിരിക്കും പിഴ ലഭിക്കുന്നത്. ലംഘനം ആവർത്തിക്കപ്പെട്ടാൽ പിഴ 20 ലക്ഷം ദിർഹം വരെയുമാകാം. ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും എന്നാൽ അതിനു മുൻപ് ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തുകയായിരുന്നുവെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. പുലർച്ചെ 4:30 പ്രാർത്ഥനയ്ക്ക് ശേഷം ഇന്ത്യയ്ക്ക് നേരെ ആക്രമണം നടത്താനായിരുന്നു തീരുമാനം. പക്ഷേ മെയ് 10 പുലർച്ചെ ഇന്ത്യ ആക്രമണം നടത്തിയതിനാൽ തങ്ങളുടെ പദ്ധതി നടപ്പായില്ലെന്നും പാക് പ്രധാനമന്ത്രി പറഞ്ഞു. റാവൽപിണ്ടി ഉൾപ്പെടെ പാകിസ്ഥാനിലെ ഒട്ടേറെ പ്രവിശ്യകളിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ആക്രമണം ഉണ്ടായതായും ഷഹബാസ് ഷെരീഫ് കൂട്ടിച്ചേർത്തു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.